Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. അപ്പൊ നമ്മള് പുതിയൊരു ചാപ്റ്റർ ആണ് തുടങ്ങുന്നത്. ചാപ്റ്റർ 3 ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. നിങ്ങൾക്ക് ചാപ്റ്റർ 36 ആയിരിക്കട്ടെ കിടക്കുന്നത്. മൊഡ്യൂൾ 3 ചാപ്റ്റർ 3, അതായത് ചാപ്റ്റർ 36 ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഓക്കെ, ഇതിനകത്ത് നമ്മള് ഫസ്റ്റ് പേജിൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട്. കിട്ടാത്ത കാര്യങ്ങളൊന്നും മലയാളത്തിലൊന്ന് എഴുതി വെക്കുക. എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, കിട്ടാത്ത കാര്യങ്ങൾ മാത്രം. ഓക്കെ, എല്ലാരും ചില കാര്യങ്ങള് മനസ്സിലാക്കണം വരില്ല, അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് മലയാളത്തിൽ എഴുതി വെക്കുക. ഓക്കെ, അപ്പൊ തുടങ്ങാലോ. സ്റ്റാർട്ട് ചെയ്തോട്ടെ. Okay, chapter 3, human resource management. In order to achieve the organizational goals, which are most likely to be multiple, a well-run organization devises a set of rules, sometimes called policies, programs, rules, regulations, procedures, or guidelines. അതായത് നന്നായി പ്രവർത്തിക്കുന്ന ചില സ്ഥാപനങ്ങളിൽ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കാം കേട്ടോ, നന്നായി പ്രവർത്തിക്കുന്ന ചില സ്ഥാപനങ്ങളില് അല്ലെങ്കിൽ ചില ഹോസ്പിറ്റലുകളില് ചില ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചില ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ചില സമയത്ത് ചില പ്രോഗ്രാമുകള്, ചില നിയമങ്ങള്, ചില നിയന്ത്രണങ്ങള്, നടപടിക്രമങ്ങള് അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങള് എന്ന് വിളിക്കപ്പെടുന്ന ഒരു കൂട്ടം നിയമങ്ങൾ രൂപപ്പെടുത്തുന്നു. ഇവിടെ എന്താ പറഞ്ഞു വരുന്നേ? ഒരു ഓർഗനൈസേഷൻ, നമുക്ക് ഹോസ്പിറ്റലായിട്ട് തന്നെ ഇതിനെ കമ്പയർ ചെയ്യാം അല്ലെ. ഒരു ഹോസ്പിറ്റലിന്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഓർഗനൈസേഷന് നിശ്ചിത ലക്ഷ്യം ഉണ്ടാവും. ഇത്ര സമയത്തിനുള്ളിൽ നല്ല രീതിയിൽ പ്രോഗ്രസ് ഉള്ള ഒരു ഹോസ്പിറ്റലായി തീരണം, അല്ലെങ്കിൽ ഇത്ര വരുമാനം ഏൺ ചെയ്യണം, അങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ പല ഹോസ്പിറ്റൽസിനും ഉണ്ടാവും. അപ്പൊ അത് കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഓർഗനൈസേഷൻ എന്ത് ചെയ്യും? ചില പോളിസികൾ രൂപപ്പെടുത്തും, ചില പ്രോഗ്രാംസുകൾ രൂപപ്പെടുത്തും, ചില റൂൾസ് കൊണ്ടുവരും, ചില റെഗുലേഷൻസ് കൊണ്ടുവരും, അതുപോലെ തന്നെ ചില പ്രൊസീജിയേഴ്സ് ആൻഡ് ഗൈഡ് ലൈൻസ് ഇംപ്ലിമെന്റ് ചെയ്യും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു ഹോസ്പിറ്റലിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ ആ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ചില സമയത്ത് ചില പോളിസികളോ ചില നയങ്ങളോ ചില റെഗുലേഷൻസ് ഒക്കെ എന്ത് ചെയ്യാം? ആ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാം. ദാറ്റ് ഈസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? Then second paragraphil പറയുന്നത് 4 types of resources in an organization are money, material, machinery, and men. An organization cannot accomplish their objectives without human efforts. Managing the human component is the pivotal and most important task because all else depends on how well it is done. അതായത് ഒരു ഓർഗനൈസേഷനിൽ 4 തരത്തിലുള്ള റിസോഴ്സസുകളാണ് ഉള്ളത് കേട്ടോ. ശ്രദ്ധിച്ചിരിക്കുക, 4 തരത്തിലുള്ള റിസോഴ്സസ് ഉണ്ട്. അപ്പൊ ഹൗ മെനി ടൈപ്സ് ഓഫ് റിസോഴ്സസ് ഇൻ ആൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാല് 4 ടൈപ്സ് ഓഫ് റിസോഴ്സസ്. ഏതൊക്കെയാണത്? ഒന്ന് മണിയാണ് അല്ലെ, പണം അല്ലെങ്കിൽ ക്യാഷ് എന്ന് പറയും നമ്മൾ അല്ലെ. അതാണ് ആദ്യത്തെ ഒരു റിസോഴ്സസ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് മെറ്റീരിയൽ ആണ്. ഓക്കെ, അതായത് ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്. ദെൻ മിഷനറീസ്, ഉപകരണങ്ങള്. ഈ മിഷനറി എന്ന് പറയുന്നത് ഫിക്സഡ് ആയിട്ടുള്ള അസറ്റ് ആണ് കേട്ടോ. ഫിക്സഡ് അസറ്റ് ആണ്, അതിന് മാറ്റം ഉണ്ടാവില്ല. അതായത് നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ട് ഒരു MRI ചെയ്യുന്ന ഒരു ഉപകരണം, ഒരു എക്സ്റേ ചെയ്യുന്ന ഉപകരണം ഒക്കെ നമ്മൾ മേടിച്ചു കഴിഞ്ഞാല് അതിവിടെ ഫിക്സഡ് ആയിട്ടുണ്ടാവും അല്ല. ഹോസ്പിറ്റൽ എത്ര നാൾ ഉണ്ടാവോ അത്രയും നാൾ ആ
മിഷണറീസും അവിടെ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ടാണ് അതിനെ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് കേട്ടോ. മണീസിനും മെറ്റീരിയൽസിനും അതുപോലെ ഹ്യൂമൻ റിസോഴ്സിനൊക്കെ മാറ്റം വരാം അല്ലെ, ആളുകൾക്ക് മാറ്റം വരാം. അതുപോലെ തന്നെ ക്യാഷ് ചിലപ്പോൾ കൂടുതലോ കുറവോ ആകും ഓർഗനൈസേഷനിലെ, മെറ്റീരിയൽസിന് മാറ്റം വരാം. പക്ഷെ ഒരിക്കലും എന്താവില്ല, മിഷണറി ഒരിക്കലും എന്ത് ചെയ്യില്ല, അതിന് മാറ്റം വരില്ല. ഫിക്സഡ് ആയിട്ടുള്ള അസറ്റ് നമുക്ക് ഒരു സ്ഥിര ആസ്തി എന്ന് തന്നെ നമുക്ക് പറയാം. ഹോസ്പിറ്റലിന്റെ മിഷണറീസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു വരുമാനം അല്ലെങ്കിൽ അവരുടെ സ്ഥിരമായിട്ടുള്ള ഒരു സമ്പാദ്യമാണ് എന്ത്, മിഷണറി എന്ന് പറയുന്നത്. നാലാമത്തത് മെന്നാണ്. മെൻ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സസ് അല്ലെ, ആളുകള്, അതായത് മനുഷ്യരെന്താണ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു റിസോഴ്സസ് തന്നെയാണ്. ഓക്കെ, അപ്പോ മണി, മെറ്റീരിയൽ, മിഷണറി ആൻഡ് മെൻ, ഇതാണ് 4 തരത്തിലുള്ള റിസോഴ്സസ്. പിന്നെ അത് ഫിക്സഡ് അസറ്റ് ഏതാണെന്ന് വെച്ചാൽ ഏതാ നിങ്ങൾ ഉത്തരം പറയാം. ഫിക്സഡ് അസറ്റ് ഏതാണ്, ഒന്ന് കമന്റ് ചെയ്തേ. ഫിക്സഡ് അസറ്റ് ഏതാണ്? മിഷണറി ആണ് ഫിക്സഡ് അസറ്റ് ആയിട്ട് വരിക. ഓക്കെ, മെൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻ റിസോഴ്സസിനെയാണ്. ഓക്കെ, then അടുത്തത് പോയിന്റ് പറയുന്നത് an organization cannot accomplish their objectives without a human efforts. മനുഷ്യന്റെ എഫേർട്ട് അല്ലെങ്കിൽ മനുഷ്യ പ്രയത്നം കൂടാതെ ഒരു സ്ഥാപനത്തിന് അവരുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനാവില്ല. എന്തോരം തന്നെ മെഷീൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ എത്രയധികം റോബോട്ടുകൾ അവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മനുഷ്യന്റെ എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ഓർഗനൈസേഷൻ അതിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കുക. മനുഷ്യൻ വേണം. മനുഷ്യൻ എന്ന് പറയുന്നത് മസ്റ്റ് ആണ് അല്ലെ, അതായത് ഹ്യൂമന്റെ തലച്ചോറ് എന്ന് പറയുന്നത് മറ്റാർക്കും ഈ ലോകത്ത് കിട്ടിയിട്ടില്ല. അപ്പോ മനുഷ്യന്റെ പ്രയത്നം ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കുന്നത്. Then managing the human component is the pivotal and most important task because all else depends on how well it is done. അതുപോലെ തന്നെ മാനുഷിക ഘടകങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സുപ്രധാനവും ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയുമാണ്. അപ്പോ ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിലുള്ള ധാരാളം ആളുകൾ ഉണ്ടല്ലോ, ഈ മനുഷ്യരെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലുള്ള ആളുകളെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത് കേട്ടോ. അതായത് അവിടെ ജോലി എടുക്കാൻ വരുന്ന ആളുകളെ കൈകാര്യം ചെയ്യാന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ. ഓക്കെ, 2 പാരഗ്രാഫും ക്ലിയർ ആണോ? ഇതുവരെ എടുത്തത് ക്ലിയർ അല്ലേ? അടുത്തത് പറഞ്ഞോട്ടെ. ഓക്കെ, then as a result the managers have a prime responsibility not only for the behavior and performance of other people but also of their own department. The greater the commitment of the members to organizational goals, the greater is the degree of effectiveness with which the organizational works. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട്, മാനുഷിക വിഭവങ്ങൾ ശരിയായി കൈകാര്യം ചെയ്യൽ മാത്രമാണ്, അതായത് ഇവിടെ പറയുന്ന ഒരു കാര്യമാണ് അത്. ഒരു സെക്കൻഡ് കേട്ടോ, ഒരു കാര്യം ഞാൻ വിട്ടുപോയി അത് പറയാനായിട്ട്. അതായത് ഹ്യൂമൻ എഫേർട്ട് ഇല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഹ്യൂമൻ എഫേർട്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് മറ്റെല്ലാ കാര്യങ്ങളും ഫങ്ഷനിങ് ആവുന്നത് കേട്ടോ. ഹ്യൂമൻ എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മെഷീനറി പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ മണി നമ്മുടെ കയ്യിൽ കിട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പോകുന്നത്. ഓക്കെ, നമുക്ക് 3ാമത്തെ പാരാഗ്രാഫിലേക്ക് വരാം. അതായത് ഈ ഒരു HRM എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റില് ധാരാളം മാനേജർമാരുണ്ട്, ധാരാളം ഉദ്യോഗസ്ഥരുണ്ട്. അപ്പൊ ഈ ഉദ്യോഗസ്ഥരുടെ ജോലി എന്ന് പറഞ്ഞാല് ആളുകളുടെ പെരുമാറ്റം അല്ലെങ്കിൽ ആളുകളുടെ ബിഹേവിയറും അവരുടെ പെർഫോമൻസ് അല്ലെങ്കിൽ പ്രകടനം നിരീക്ഷിക്കൽ മാത്രമല്ല, അവർക്ക് അവരുടേതായിട്ടുള്ള ജോലി വേറെയും ഉണ്ട്. അപ്പൊ അതായത് ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് HR ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലെ ഉദ്യോഗസ്ഥന്റെ ഒരു ജോലി എന്ന് പറയുന്നത് മറ്റുള്ള സ്റ്റാഫുകളെ വിലയിരുത്തുകയും അവരുടെ പെർഫോമൻസ് അളക്കുകയും ചെയ്യുന്നത് മാത്രമല്ല, മറിച്ച് അവർക്ക് അവരുടേതായിട്ടുള്ള വേറെ ചില ജോലിയും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്ത് വരുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അവർക്ക് അവരുടേതായിട്ടുള്ള ചില കാര്യങ്ങളിൽ കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ അവിടെയുള്ള സ്റ്റാഫുകൾക്ക് എത്രത്തോളം റെസ്പോൺസിബിലിറ്റി ഉണ്ടോ അത്രയും സക്സസ് ആണ് ആ സ്ഥാപനത്തിന് ഉണ്ടായിരിക്കുന്നത്
കേട്ടോ. അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനായിട്ട് അവിടെയുള്ള സ്റ്റാഫുകൾ എത്ര റെസ്പോൺസിബിലിറ്റി കാണിക്കുന്നുണ്ടോ അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ആ ഹോസ്പിറ്റലിൽ സക്സസ് ഉണ്ടാവുക. അതാണ് ആ ഒരു പോയിന്റ് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ദെൻ നാലാമത്തെ പാരാഗ്രാഫ് കുറച്ച് വലിയ പാരാഗ്രാഫ് ആണ് കേട്ടോ. ഹ്യൂമൻ റിസോഴ്സസ് ഓഫ് പീപ്പിൾ അറ്റ് വർക്ക് ആർ ദ മേജർ കമ്പോണന്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ ജോലിയിലുള്ള ആളുകളാണ് ഒരു സ്ഥാപനത്തിന്റെ പ്രധാനപ്പെട്ട ഘടകം. ഒരു സ്ഥാപനത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള കമ്പോണന്റ് ഏതാണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഹ്യൂമൻ റിസോഴ്സസ് ആണ്. മനുഷ്യനാണ് എന്ത് ചെയ്യുക ഒരു സ്ഥാപനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് വരുന്നത്. It is this human resources which is the most important in the success of any organization, because most of the problems in organizational settings are human and social rather than physical, technical or economic. അതായത് ഏതൊരു ഓർഗനൈസേഷന്റെയും വിജയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യ വിഭവമാണ്. ഞാൻ ആ പാരാഗ്രാഫ് ഒന്ന് വായിക്കാം, നമുക്ക് അത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ. Human resources or people at work are the major component of an organization. It is this human resources which is the most important in the success of any organization, because most of the problems in organizational settings are human and social rather than physical, technical or economic. The individuals who are at workplace show not only similar behavior patterns and characteristics to a certain degree, but they also show many differences in behavior. Each individual who works has its own set of needs, drives, goals and experiences. Each human being is a product of his biological inheritances as well as a result of interactions with his environment. People come to the workplace with some specific motive, like to earn money, to get employment, to have better prospects in future, to be treated as human being while they are at the place of work. They sell their labor for reasonable wage, salary and other benefits. These people provide the knowledge and much of the energy by which organizational objectives are fulfilled. The management must therefore be aware not only of the organization but also employee and self-need. Okay, ഇനി ഇതിന്റെ ചുരുക്കം ഞാനൊന്ന് പറഞ്ഞുതരാം. ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ ജോലിയിലുള്ള ആളുകളാണ് ഒരു സ്ഥാപനത്തിന്റെ പ്രധാനപ്പെട്ട ഘടകമായിട്ട് വരുന്നത്. ഓക്കെ, അതാണ് ആദ്യത്തെ പോയിന്റ്. ഏതൊരു ഓർഗനൈസേഷന്റെയും വിജയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യ വിഭവമാണ്. ഹ്യൂമൻ റിസോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു സ്ഥാപനം നല്ല രീതിയിൽ വിജയിക്കുക. ഓക്കെ, ദെൻ ഒരു ഓർഗനൈസേഷനിൽ മിക്ക പ്രശ്നങ്ങളും, അതായത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ആ ഓർഗനൈസേഷനിൽ ഫിസിക്കലായിട്ട് ഒരു എംപ്ലോയിനെ സംബന്ധിച്ച് ഫിസിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകാം. ഇങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാകാം. പക്ഷെ ഈ ഒരു പ്രോബ്ലംസിനേക്കാളൊക്കെ ഉപരിയായിട്ടാണ് എന്തിന്റെ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത്? മാനുഷികമായ പ്രശ്നങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കേണ്ടതാണ് പറയുന്നത്. അപ്പോ ഒരു സ്ഥാപനത്തിൽ ടെക്നിക്കൽ പ്രോബ്ലംസ്, ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, ഫിസിക്കൽ പ്രോബ്ലംസ് അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ഉണ്ടെങ്കിലും അതിനേക്കാൾ ഉപരി മനുഷ്യ വിഭവങ്ങൾക്ക് അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എത്രത്തോളം പ്രോബ്ലംസ് ഉണ്ട്, ആ പ്രോബ്ലംസിനാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? പ്രാധാന്യം കൊടുക്കേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ജോലി സ്ഥലത്തുള്ള വ്യക്തികള് ഒരു പരിധി വരെ സമാനമായിട്ടുള്ള സ്വഭാവ സവിശേഷതകളായിരിക്കും കാണിക്കുന്നത്, അല്ലെ? അതായത് നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ആ ജോലി ചെയ്യുന്ന എല്ലാവരും ഒരേ ജോലി തന്നെയായിരിക്കും ചെയ്യുക, അല്ലെ? അല്ലെങ്കിൽ അതിന്റെ സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കാം. ആളുകൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. ചിലപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങളുടെ തോട്ടായിരിക്കില്ല എനിക്ക് ഉണ്ടാവില്ല. അങ്ങനെ ആളുകൾ തമ്മിൽ ഡിഫറെന്റ് ആണെങ്കിൽ നമ്മളൊരു ജോലി സ്ഥലത്ത് നിൽക്കുമ്പോൾ അവരെന്താണോ നമ്മൾക്ക് തരുന്ന റെസ്പോൺസിബിലിറ്റി അത് എല്ലാവരും ഒരേപോലെ ചെയ്യാനാണ് ശ്രമിക്കുകയുള്ളൂ. ഇതാണ് ഇവിടെ പറയുന്നത് കേട്ടോ.
ജോലിസ്ഥലത്ത് അവർ കാണിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരേപോലെയുള്ളതാണ്. എന്നിരുന്നാലും അവർക്ക് തമ്മിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഇൻഡിവിജ്വൽ ആയിട്ട് ഈ പേഴ്സണൽ ആയിട്ട് പല ഡിഫറൻസും അവർക്ക് ഉണ്ടാകാം എന്നിവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന ഓരോ വ്യക്തിക്കും അവരുടേതായ ചില ലക്ഷ്യങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള ചില ആവശ്യങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള ചില അനുഭവങ്ങളുണ്ട് കേട്ടോ. അപ്പൊ ജോലി സ്ഥലത്തേക്ക് വരുന്ന ഒരു വ്യക്തിക്ക് അവരുടേതായിട്ടുള്ള ചില ലക്ഷ്യങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള ചില ആവശ്യങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള ചില എക്സ്പീരിയൻസും ഉണ്ട്. ഓരോ മനുഷ്യനും രൂപപ്പെടുന്നത് ജൈവ പൈതൃകത്തിന്റെയും, അവിടെ പറയുന്നുണ്ട് കേട്ടോ, ബയോളജിക്കൽ ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ പൈതൃകം എന്നാണ് കേട്ടോ. അപ്പൊ ബയോളജിക്കൽ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാല് ജൈവ പൈതൃകം. ഓരോ മനുഷ്യനും രൂപപ്പെടുന്നത് ജൈവ പൈതൃകത്തിന്റെയും അവന്റെ പരിസ്ഥിതിയുമായുള്ള ഇടപെടലിന്റെയും ഫലമാണ്. ഒരു മനുഷ്യനെ രൂപപ്പെടുന്ന എന്തൊക്കെ ഘടകങ്ങളാണ്? ജനറ്റിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ്, അതുപോലെ തന്നെ അവൻ വളർന്നു വരുന്ന ചുറ്റുപാടുകള്, ഇതൊക്കെയാണ് ഒരു വ്യക്തിയെ, ഒരു പേഴ്സണെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാക്കുന്നത് ഇത്തരത്തിലുള്ള ഘടകങ്ങളാണ്. ഓക്കെ. അതേപോലെ തന്നെ പണം സമ്പാദിക്കുക, അതുപോലെ തന്നെ ജോലി നേടുക, ഭാവിയിൽ മികച്ച പ്രതീക്ഷകൾ ഉണ്ടാകുക, അതുപോലെ തന്നെ ജോലി സ്ഥലത്തായിരിക്കുമ്പോഴും മനുഷ്യരായി പരിഗണിക്കപ്പെടുക എന്നിങ്ങനെയുള്ള ചില ഉദ്ദേശങ്ങളോടെയാണ് ആളുകൾ ജോലി സ്ഥലത്തേക്ക് വരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലിൽ ഒരു ഇത് കഴിഞ്ഞാല് നിങ്ങൾക്ക് ജോലി കിട്ടിയെന്ന് വിചാരിക്കാം. ഓക്കെ. നിങ്ങൾ ജോലി കിട്ടുമ്പോൾ നിങ്ങൾ എന്തിനാണ് ആ ജോലിക്കായിട്ട് അവിടെ ചെയ്യുന്നത്? ഒന്ന് കമന്റ് ചെയ്തേ. എന്തൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ജോലിക്ക് പോവുക? മണിയാണ് അല്ലെ? പണത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ? അതായത് എന്തൊക്കെ ഇതുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും എനിക്ക് എന്താ പറയാ, നല്ലൊരു വീട് വെക്കണം, അല്ലെങ്കിൽ എനിക്ക് കുറെ ആഭരണങ്ങൾ വാങ്ങണം, എനിക്ക് എന്റെ ലൈഫ് ഒന്ന് സെറ്റിൽ ആവണം, എന്റെ മക്കളെ പഠിപ്പിക്കണം, അങ്ങനെ നമുക്ക് പല പല ആവശ്യങ്ങൾ ഉണ്ടാവാം. അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകണം, അങ്ങനെയുള്ള കുറെ ആവശ്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാം. പക്ഷെ ഇതിന്റെ ബേസ് ഫാക്ടർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? മണി തന്നെയാണ്. മണിക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പൈസ ഇല്ലാതെ ഒന്നും നടക്കില്ല അല്ലെ? അപ്പൊ മണിക്ക് വേണ്ടിയിട്ടാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്? ജോലി സ്ഥലത്തേക്ക് പോകുന്നത്, അല്ലെങ്കിൽ പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് ജോലിക്ക് പോകുന്നത്. അതുപോലെ തന്നെ നല്ലൊരു ജോലി നേടുക, അതെ, നല്ലൊരു പൊസിഷനിൽ നല്ലൊരു ജോലി നേടുക എന്നുള്ളത് എല്ലാവരുടെയും എന്താ പറയാ ഇഷ്ടപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഭാവിയിൽ മികച്ച പ്രതീക്ഷകൾ ഉണ്ടാകുക, അതായത് നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ അത് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ നല്ല രീതിയിൽ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല നല്ല പോസ്റ്റുകൾ നിങ്ങളെ തേടി വരുമല്ലോ. അപ്പൊ ഭാവിയിൽ നല്ല ജോലി ഉണ്ടാവില്ല, ഭാവിയിൽ നല്ല പ്രതീക്ഷകൾ ഉണ്ടാകാനും, അതുപോലെ തന്നെ ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ മനുഷ്യനായിട്ട് പരിഗണിക്കപ്പെടുക, അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മളെ മൃഗങ്ങളെ പോലെ അല്ലല്ലേ പരിഗണിക്കേണ്ടത്, കൺസിഡർ ചെയ്യേണ്ടത് ആരെ പോലെയാണ്? മനുഷ്യരായിട്ട് തന്നെയാണ്. നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ ഒരു ഓർഗനൈസേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ ട്രീറ്റ് ചെയ്യേണ്ടത് നമ്മളൊരു മനുഷ്യനായിട്ട് തന്നെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, എന്നീ ഉദ്ദേശങ്ങളോട് കൂടിയാണ് ആളുകള് ജോലി സ്ഥലത്തേക്ക് ജോലി ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ മണി ഉണ്ട്, തന്നെ ജോബ്, നല്ലൊരു ജോബ് കയ്യിൽ നേടുക, അതുപോലെ പുതിയ ഹോപ്പിന് വേണ്ടിയിട്ട് ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ ഒരു ഹ്യൂമൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക ആളുകള് ജോലിക്ക് പോകുന്നത്. അതുപോലെ തന്നെ വേറൊരു രീതിയിൽ ഇവിടെ പറയുന്നുണ്ട്, ന്യായമായ കൂലി അല്ലെ? അതായത് നമുക്ക് ന്യായമായിട്ടുള്ള ഒരു വേജസ് നമുക്ക് കിട്ടാനും, അതുപോലെ തന്നെ എന്താ പറയാ വേജസ് എന്ന് പറഞ്ഞ ശമ്പളം കേട്ടോ, നമുക്ക് ന്യായമായിട്ടുള്ള ഒരു ശമ്പളം കിട്ടാനും, അതുപോലെ മറ്റു ബെനിഫിറ്റുകൾക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആളുകള് അവരുടെ അധ്വാനം ഇവിടെ വിൽക്കുന്നുണ്ട്. ഓക്കെ. ഇവിടെ പറയുന്നുണ്ട്, they sell their labor for reasonable wage, salary and other benefit. എന്തിനു വേണ്ടിയിട്ടാണ്? ശമ്പളത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റു ബെനിഫിറ്റുകൾക്ക് വേണ്ടിയിട്ട് ആളുകൾ അവരുടെ അധ്വാനം വിൽക്കുന്നു. ഇപ്പൊ രണ്ട് തരത്തിൽ നമുക്ക് കണക്കൂട്ടാലെ ആളുകളെ രണ്ട് തരത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഫിസിക്കൽ ആയിട്ടുള്ള ലേബർ അല്ലെ, ഫിസിക്കൽ ലേബർ ഉണ്ട്, മെന്റൽ ലേബർ ഉണ്ട്. ഫിസിക്കൽ ലേബർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കൂലിപ്പണിയൊക്കെ എടുക്കുന്നവര്, ചുമടെടുക്കുന്നവർ, അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ ശരീരം വേർത്തിട്ടാണ്, അല്ലെങ്കിൽ അവർക്ക് ശരീരം ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, അവരെ ജോലി ചെയ്യുക. അപ്പൊ അതിനുള്ള പ്രതിഫലമാണ് അവർക്ക് കിട്ടുക. അതുപോലെ തന്നെ ഇപ്പൊ മെന്റൽ ആയിട്ടുള്ള ലേബർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ പറയാ, അതായത് കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവര്,
അല്ലെ? അതായത് ഒരിടത്ത് ഇരുന്ന് ജോലി ചെയ്യുന്നത്, അവര് കൂടുതൽ വർക്ക് ചെയ്യുന്നവരുടെ ബ്രെയിൻ ആണ്, അവരുടെ തലച്ചോറാണ്. രണ്ട് രീതിയിലുണ്ട്. ബ്രെയിൻ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവരുണ്ട്, അതുപോലെ ഫിസിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഈ രണ്ടുപേരും ചെയ്യുന്നത് ജോലി തന്നെയാണ്, പക്ഷെ വ്യത്യസ്തമാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. രണ്ടുപേരും രണ്ട് രീതിയിൽ എഫേർട്ട് എടുക്കുന്നുണ്ട്. ഇപ്പൊ ബ്രെയിൻ കൊണ്ടൊരു കാര്യം ചെയ്താലും ഫിസിക്കൽ ആക്ടിവിറ്റി കൊണ്ടൊരു കാര്യം ചെയ്തു കഴിഞ്ഞാലും രണ്ടിനും എഫേർട്ട് എന്ന് തന്നെയാ പറയാ. അപ്പൊ അവരവരുടെ എഫേർട്ട് സെല് ചെയ്യുന്നു, അത് വിറ്റിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർക്ക് ശമ്പളം കിട്ടുക അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കുക. ഓക്കെ. അതുപോലെ തന്നെ ഈ ആളുകൾ ഓർഗനൈസേഷൻ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് അറിവും ഊർജവും നൽകുന്നു. അപ്പൊ ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുമ്പോൾ അവരുടേതായിട്ടുള്ള നോളജ്, അവരുടേതായിട്ടുള്ള ഊർജം എന്ത് ചെയ്യുന്നുണ്ട്, ഇവര് പാസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് സംഘടനാപരമായ കാര്യങ്ങളിൽ മാത്രമല്ല ജീവനക്കാരുടെയും സ്വന്തം ആവശ്യങ്ങളെയും കുറിച്ച് അറിഞ്ഞിരിക്കണം. അപ്പോ ഒരു HR എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലെ HR ആണെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ മാത്രമല്ല അറിഞ്ഞിരിക്കേണ്ടത്, മറിച്ച് അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ എഫേർട്ടിനെ കുറിച്ച് അറിയണം, അവരുടെ റൈറ്റ്സും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. കൂടാതെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, മനുഷ്യനായിട്ട് തന്നെയാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആവശ്യങ്ങളും എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. എല്ലാ തരത്തിലുള്ള എംപ്ലോയീസിന്റെ ആവശ്യങ്ങളും അവരുടെ അവകാശങ്ങളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ബോധമുള്ള ആളുകളായിരിക്കണം ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യേണ്ടത്. എത്രയുമാണ് ഒരു പാരഗ്രാഫിൽ പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? നെക്സ്റ്റ് പാരഗ്രാഫ് കേട്ടോ. ഈ ഒരു ഫസ്റ്റ് പേജ് മാത്രമാണ് കേട്ടോ ഇത്രയും പാരഗ്രാഫ് ഉള്ളത്. It's a very important and challenging job in managing people because of the dynamic nature of the people. Not two people are alike. People cannot be operated like a machine or shifted and altered like a template in a room layout. They therefore need actual tactful handling by management personnel. Manpower management is a most pivotal job because managing people is the heart and the essence of being a manager. It is concerned with any activity that relates to human elements or relations in organization. Unless the human elements is taken into consideration, a business cannot succeed. Okay. അടുത്തത് എന്താണ് പറയുന്നത് നോക്കാം നമുക്ക്. ആളുകള് പലതരത്തിലുള്ളവരാണ് അല്ലെ. നമുക്ക് ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരേ തരത്തിൽ കാണാനായിട്ട് സാധിക്കില്ല. ജോലി ചെയ്യുന്ന ചിലപ്പോൾ സമാന സ്വഭാവം ഉണ്ടാവാം. അതായത് ഒരേ ജോലി തന്നെ പല ആളുകൾ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവര് ഒരേപോലെ തന്നെയായിരിക്കും കാര്യങ്ങൾ ചെയ്യും. എന്നിരുന്നാലും ആളുകൾ തമ്മിൽ ആളുകളുടെ തോട്ട്സ്, ഐഡിയാസ്, ഇങ്ങനെയുള്ള കാര്യം ഇപ്പൊ ഞാൻ പറഞ്ഞു നേരത്തെ, എന്റെ ഒരു ഐഡിയാസ്, തോട്ട്സും കാര്യങ്ങളായിരിക്കില്ല നിങ്ങൾക്ക് ഉണ്ടാവുക അല്ലെ. നിങ്ങൾക്കുള്ള കാര്യങ്ങളായിരിക്കും എനിക്ക് ഉണ്ടാവുക. അപ്പൊ അത് തമ്മിൽ എന്തുണ്ട്, പല പല വ്യത്യാസങ്ങളുണ്ട്. ആളുകൾ പലതരത്തിലുള്ളവരാണ്. ആളുകളെ കൈകാര്യം ചെയ്യുന്നത് വെല്ലുവിളി നിറഞ്ഞൊരു കാര്യമാണ്, അല്ലെങ്കിൽ ആളുകൾ വ്യത്യസ്തരാണ്. അപ്പൊ പല വിധത്തിലുള്ള ആളുകളെ കൈകാര്യം ചെയ്യാന്ന് പറയുന്നത് എന്താണ്, ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഒരു ഹോസ്പിറ്റലില് അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ തമ്മിൽ പലതരത്തിലുള്ള ഡിഫറൻസ് ഉണ്ടാവാം. ഇവരെ ഒരുമിച്ച് ഒരേപോലെ കൊണ്ടുപോകുക എന്നുള്ളത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ആളുകളെ ഒരു യന്ത്രം പോലെ പ്രവർത്തിപ്പിക്കാനോ റൂം ലേഔട്ടിലെ ടെംപ്ലേറ്റ് പോലെ മാറ്റാനോ കഴിയില്ല. നമുക്കറിയാലോ, നമ്മൾ ഈ അടുത്ത് കേട്ടതാണ്, ഒരു വുമൺ മരിക്കുകയുണ്ടായത് അല്ലെ. അതായത് ജോലി സ്ഥലത്തെ അമിതമായിട്ടുള്ള സ്ട്രെസ് മൂലം ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുണ്ടായി. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പല കമ്പനീസിലൊക്കെ നടക്കുന്നുണ്ട്. എന്നാലും കമ്പനീസിൽ HR വിഭാഗത്തിന്റെ നേതൃത്വം മൂലമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ അധികമായിട്ട് ഇല്ലാത്തത്. അപ്പോ എന്താ പറയാ, ഒരു കമ്പനിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ആളുകളെ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു യന്ത്രം പോലെ, മെഷീൻ പോലെ പ്രവർത്തിപ്പിക്കാനായിട്ട് പാടില്ല. കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡ്യൂട്ടി ടൈം ഉണ്ട്. ആ ഡ്യൂട്ടി ടൈമിൽ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഡ്യൂട്ടി ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. യന്ത്രം പോലെ പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല. യന്ത്രത്തിന് എന്താണ്, ശ്രമം ഉണ്ടോ? യന്ത്രത്തിന് റെസ്റ്റ് ഉണ്ടോ?
ഒന്ന് കമന്റ് ചെയ്തേ. യന്ത്രത്തിന് റെസ്റ്റ് ഉണ്ടാവും? ഇല്ല അല്ലെ? യന്ത്രത്തിന് ഒരിക്കലും റെസ്റ്റ് കൊടുക്കില്ല. പക്ഷെ ഇത് മനുഷ്യനാണ്. മനുഷ്യനാവുമ്പോ എന്ത് വേണം? അവിടെ റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണം. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരാളെ തുടർച്ചയായിട്ട് പണിയെടുപ്പിക്കാനായിട്ട് പാടുള്ളതല്ല. എവിടെയും നടക്കില്ല കേട്ടോ. അപ്പൊ നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതിനുവേണ്ടി HR പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് ആർക്കും നമ്മളെ കൊണ്ട് ഫോഴ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പൽ ചെയ്ത് നമ്മളെ കൊണ്ട് ജോലി എടുപ്പിക്കാനൊന്നും പറ്റില്ല. നമുക്ക് ജോലി ചെയ്യണം, ഇത്ര ടൈമിനുള്ളിൽ അത് ജോലിയുടെ ഭാഗമാണ്. നമ്മുടെ എഫിഷ്യൻസി, നമ്മുടെ സ്കില്ല് നമ്മൾ മെച്ചപ്പെടുത്തുന്നതാണ്. അതുകൂടാതെ ഒരിക്കലും നമ്മളൊരു യന്ത്രം പോലെ പ്രവർത്തിപ്പിക്കാനായിട്ട് നമുക്ക് സമയാസമയത്ത് ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം, ഇതൊക്കെ നമ്മുടെ റൈറ്റ്സിൽ പെടുന്നതാണ് അല്ലെ? വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതൊക്കെ ആരെങ്കിലും ജോലി ചെയ്യുമോ? യന്ത്രം ജോലി ചെയ്യുമായിരിക്കും, പക്ഷെ മനുഷ്യർ എന്ത് ചെയ്യില്ല, അങ്ങനെ ജോലി ചെയ്യില്ല. അപ്പൊ അതുപോലെ റൂം ടെംപ്ലേറ്റ് പോലെ മാറ്റാനും റൂം ലേഔട്ടിലെ ടെംപ്ലേറ്റ്സ് പോലെ ആളുകളെ മാറ്റാനും എന്ത് ചെയ്യില്ല, സാധിക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് ഉദ്യോഗസ്ഥരുടെ നയപരമായ ഇടപെടൽ അവർക്ക് ആവശ്യമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ്, ഇപ്പൊ യന്ത്രം പോലെ പ്രവർത്തിപ്പിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് മാനേജ്മെന്റ് തലത്തിൽ ഇടപെടൽ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ആ ആൾക്ക് ഇത്രയും ജോലി കൊടുക്കാവോ, കൃത്യമായിട്ട് റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളൊരു ഇടപെടല് ഇങ്ങനെയുള്ള കേസുകളൊക്കെ വരുമ്പോഴാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മാനേജ്മെന്റ് ശ്രമിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ മാൻ പവർ മാനേജ്മെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലിയാണ്. അതായത് മനുഷ്യരെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല അല്ലെ? ഒരു 10-100 ആളുള്ള ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ആ 100 ആളുകളെ ലീഡ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ ഒന്ന് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ജോലിയാണ്. ആളുകളെ നിയന്ത്രിക്കുക എന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. മനുഷ്യനെ പരിഗണിക്കുന്നില്ലെങ്കിൽ ഒരു ബിസിനസ്സും വിജയിക്കില്ല എന്ന് കൂടി അവിടെ പറയുന്നുണ്ട് ലാസ്റ്റ് കേട്ടോ. ഓക്കെ, അപ്പൊ മനുഷ്യനെ നമ്മൾ എന്ത് ചെയ്യണം? പരിഗണിക്കണം. പരിഗണിച്ചാൽ മാത്രം, കൺസിഡർ ചെയ്താൽ മാത്രമാണ് ആ സ്ഥാപനത്തിന് എന്തുണ്ടാവുക, നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാവുക. കേവലം ഒരു യന്ത്രം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മിഷനറി കൊണ്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കൊരു സ്ഥാപനത്തെയും വിജയിപ്പിക്കാനായിട്ട് പറ്റില്ല. ഒരു സ്ഥാപനത്തിൽ യന്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം, ആ സ്ഥാപനം ഒരിക്കലും സക്സസ് ആവില്ല. കാരണം അവിടെ മാൻ പവർ വേണം. മാൻ പവർ ഉണ്ടെങ്കിലാണ് കറക്റ്റ് ആയിട്ടുള്ള കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ, ആ സ്ഥാപനം വിജയിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ഇതൊന്ന് നിങ്ങൾ വായിക്കട്ടോ, 2 മിനിറ്റ് ഒന്ന് വായിക്കേ. ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. ആ ടേബിള്, ഡെഫിനിഷൻസ് ഒക്കെ ഒന്ന് വായിക്കാം. വായിച്ചു കഴിഞ്ഞിട്ടൊന്ന് തമ്പ് ചെയ്യാം കേട്ടോ.
ഓക്കെ, നോക്കാം നമുക്ക്. ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് പറയുന്നത് കേട്ടോ. There are 3 standpoints. 3 പോയിന്റ്സുകളാണ് പറഞ്ഞിട്ടുള്ളത്. First one, social significance. Proper management of personnel increase their dignity by satisfying their social needs. Second one, professional significance. By facilitating healthy working environment, it promotes teamwork in the employees. Third one, significance for individual enterprise. It can help the organization in fulfilling its goals by creating right attitude among the employees through effective motivation. Okay. അപ്പോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 സ്റ്റാൻഡ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, സോഷ്യൽ സിഗ്നിഫിക്കൻസ്. എന്താണ് സോഷ്യൽ സിഗ്നിഫിക്കൻസ് എന്ന് നമുക്ക് നോക്കാം. Proper management of personnel increase their dignity by satisfying their social needs. ഉദ്യോഗസ്ഥരുടെ ശരിയായ മാനേജ്മെന്റ് മൂലം എംപ്ലോയീസിന്റെ നീഡ്സ് നിറവേറ്റുന്നു. അതായത് ഉദ്യോഗസ്ഥര് ശരിയായി മാനേജ്മെന്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ഒരു മാനേജ്മെന്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോൾ അവിടെ എംപ്ലോയീസിന്റെ ആവശ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിറവേറ്റപ്പെടുന്നുണ്ട്. ഇതുമൂലം സ്ഥാപനത്തിന്റെ ഡിഗ്നിറ്റി വർദ്ധിക്കുന്നു. അതാണ് കേട്ടോ ഫസ്റ്റ് പോയിന്റ്. ഒന്നുകൂടി പറഞ്ഞുതരാം, വേണമെങ്കിൽ എഴുതിയെടുക്കാട്ടോ നിങ്ങൾക്ക്. ഉദ്യോഗസ്ഥരുടെ ശരിയായ മാനേജ്മെന്റ് മൂലം. എഴുതിയെടുക്കുന്നുണ്ടോ നിങ്ങൾ? പറയണോ? ഞാൻ എഴുതിയെടുക്കുന്നുണ്ടോ? ഓക്കെ, എഴുതിയെടുത്തോളൂ കേട്ടോ. ഉദ്യോഗസ്ഥരുടെ ശരിയായ മാനേജ്മെന്റ് മൂലം, ഉദ്യോഗസ്ഥരുടെ ശരിയായ മാനേജ്മെന്റ് മൂലം എംപ്ലോയീസിന്റെ നീഡ്സ് നിറവേറ്റപ്പെടുന്നു. എംപ്ലോയീസിന്റെ നീഡ്സ് നിറവേറ്റപ്പെടുന്നു. ഇതുമൂലം സ്ഥാപനത്തിന് ഡിഗ്നിറ്റി ഉണ്ടാകുന്നു. ഇതുമൂലം സ്ഥാപനത്തിന് ഡിഗ്നിറ്റി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഡിഗ്നിറ്റി വർദ്ധിക്കുന്നു. ഡിഗ്നിറ്റി വർദ്ധിക്കുന്നു. ഓക്കെ, അപ്പൊ ഒരു സ്ഥാപനത്തില് ശരിയായിട്ടുള്ള ഒരു മാനേജ്മെന്റ് നടത്തി കഴിഞ്ഞാല് എംപ്ലോയ്മെന്റിന്റെ നീഡ്സ് അവിടെ സാറ്റിസ്ഫൈഡ് ആകും. അതുമൂലം ആ സ്ഥാപനത്തിന് ഡിഗ്നിറ്റി ഉണ്ടാകും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ദെൻ രണ്ടാമത്തെ പോയിന്റ്, പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ്. ബൈ ഫെസിലിറ്റേറ്റിംഗ് ഹെൽത്തി working environment, it promotes teamwork in the employees. Okay, അതൊന്നും ജസ്റ്റ് ഒന്ന് വായിക്കാം, അത് കഴിഞ്ഞിട്ട് എഴുതിയെടുത്താൽ മതി കേട്ടോ. തൊഴിലാളികളുടെ ആരോഗ്യകരമായ തൊഴിൽ അന്തരീക്ഷം സുഗമമാക്കുന്നതിലൂടെ അവരിലെ ടീം വർക്കിനെ പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പൊ ഒന്ന് എഴുതിയെടുക്കാം കേട്ടോ. തൊഴിലാളികളുടെ ആരോഗ്യകരമായ ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ലാസ്റ്റ് പറഞ്ഞുതരാം. തൊഴിലാളികളുടെ ആരോഗ്യകരമായ തൊഴിൽ അന്തരീക്ഷം സുഗമമാക്കുന്നതിലൂടെ അവരിലെ ടീം വർക്കിനെ പ്രൊമോട്ട് ചെയ്യുന്നു. തൊഴിലാളികളുടെ ആരോഗ്യകരമായ തൊഴിൽ അന്തരീക്ഷം സുഗമമാക്കുന്നതിലൂടെ അവരിലെ ടീം വർക്കിനെ പ്രൊമോട്ട് ചെയ്യും. അതായത് ഒരു ജോലി സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾക്ക് അവിടെ ജോലി എടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ് ഒരുക്കി തരേണ്ട ഉത്തരവാദിത്തം HR-നാണുള്ളത്. ഇങ്ങനെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവരിൽ തന്നെ ഒരു ടീം വർക്ക് ഉണ്ടാകും. അതായത് ആളുകൾ കൂട്ടമായിട്ട് ഒരുമിച്ച് ജോലി ചെയ്യാൻ ആരംഭിക്കും, അല്ലെ? അതായത് ഒരുമിച്ച് നല്ലൊരു തൊഴിൽ അന്തരീക്ഷമാണെങ്കിൽ ഒരിക്കലും സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് ജോലി ചെയ്യില്ല. അതായത് ഒരു ടീം വർക്ക് ആയിട്ടാണ് എന്ത് ചെയ്യുക, അവിടെയുള്ള എംപ്ലോയീസ് ജോലി ചെയ്യുക. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷം കൊടുക്കുന്നതിലൂടെ, നല്ല രീതിയിലുള്ള ഒരു ജോലി ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം കൊടുക്കുന്നതിലൂടെ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ടീം വർക്കിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ ആണോ? ദെൻ മൂന്നാമത്തെ പോയിന്റ് കേട്ടോ, സിഗ്നിഫിക്കൻസ് ഫോർ ഇൻഡിവിജ്വൽ എന്റർപ്രൈസസ്.
It can help the organization in fulfilling its goals by creating right attitude among the employees through effective motivation. എഴുതിയെടുത്തോളൂ കേട്ടോ. തൊഴിലാളികളിൽ ഫലപ്രദമായ മനോഭാവം സൃഷ്ടിക്കുക വഴി ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റാനാകും. തൊഴിലാളികളിൽ ഫലപ്രദമായ മനോഭാവം സൃഷ്ടിക്കുക വഴി ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റാനാകും. അതായത് നല്ലൊരു ആറ്റിറ്റ്യൂഡ് തൊഴിലാളികളിൽ നമ്മൾക്ക് കൊണ്ടുവരുവാണെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവർക്ക് നല്ല രീതിയിൽ അവരുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ഒരു 10-15 പേര് ഒരുമിച്ച് ജോലി ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ജോലി ചെയ്യാനായിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണെന്ന് വിചാരിക്കുക. നിങ്ങളിൽ ഇപ്പൊ 10-15 പേര് ഒരുമിച്ച് എന്ത് ചെയ്യുന്നു, ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. ആ ഹോസ്പിറ്റലിൽ HR വിഭാഗം നല്ല രീതിയിലുള്ള ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ, നിങ്ങളിലേക്ക് കുത്തിവെക്കുന്നതെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങള് നിറവേറ്റാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും കേട്ടോ. അതാണ് ആ പോയിന്റ് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് 3 എണ്ണം മാത്രമാണ് ഉള്ളത് ഇമ്പോർട്ടൻസ്. അടുത്തത് നമുക്ക് നോക്കാനുള്ളത്, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആ ഒരു ടേബിൾ ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. പേഴ്സണൽ മാനേജ്മെന്റ് വിത്ത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അതായത് പേഴ്സണൽ മാനേജ്മെന്റ് ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. ഈ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് തന്നെ പ്രവർത്തിക്കുന്ന ഒന്നാണ് കേട്ടോ. ഹോസ്പിറ്റലുകളിൽ പേഴ്സണൽ മാനേജ്മെന്റും ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ HRMന്റെ ഭാഗമായിട്ടാണ് PM വരുന്നത്. പക്ഷെ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് മാത്രം. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഡിഫറൻസ് വരുന്നത്. PM എന്താണെന്ന് നോക്കാം. മാനേജ്മെന്റ് ഓഫ് മെഷീൻസ് ഓപ്പറേറ്റേഴ്സ്. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ മെഷീൻ ഓപ്പറേറ്റേഴ്സ് ഉണ്ടല്ലോ, അവരുടെ മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്നത് പേഴ്സണൽ മാനേജ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ മാനേജ്മെന്റ് ഓഫ് മെഷീൻ ഓപ്പറേറ്റേഴ്സ്. ഇനി HRMലേക്ക് നോക്കിയാൽ നിങ്ങള് കൺസേൺഡ് വിത്ത് ഡിസിഷൻ മേക്കേഴ്സ്. അതായത് ഇവിടെ ആശയങ്ങളും കാര്യങ്ങളൊന്നും അടിച്ചേൽപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു കൺട്രോൾ ഓഫ് അതോറിറ്റി ആയിട്ട് വന്ന് നിൽക്കുന്നില്ല. മറിച്ച് തീരുമാനമെടുക്കുന്നതിൽ ആശങ്കകൾ ഉണ്ടാവാറുണ്ട്. കാരണം HRM തീരുമാനമെടുക്കുന്നത് ആളുകളുമായിട്ട് കൂടിയാലോചിച്ച് ഡിസ്കസ് ചെയ്ത ശേഷമാണ് എന്തെടുക്കുക, ചില തീരുമാനങ്ങൾ എടുക്കുക. അപ്പോ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ആരിലും തന്നെ അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്വഭാവം HRMനില്ല. പകരം ആശങ്കയാണ് ഉണ്ടാവുക. അതായത് ആ ഒരു തീരുമാനം എടുത്താൽ ശരിയാവോ, അല്ലെങ്കിൽ ഇനിയൊരു തീരുമാനം എടുത്താൽ ശരിയാവോ എന്നുള്ളത് ആശങ്കയാണ് ഉണ്ടാവുക. ഈ ആശങ്ക അവസാനിക്കുന്നത് എംപ്ലോയീസുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ കൺസേൺഡ് വിത്ത് ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറയാം HRMന്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് ട്രേഡ് യൂണിയൻസ്. ഹോസ്പിറ്റലിലുള്ള മാനേജ്മെന്റുമായിട്ടും അവിടെയുള്ള ട്രേഡ് യൂണിയൻസുമായിട്ടും റിലേഷൻ ഉള്ളത് പേഴ്സണൽ മാനേജ്മെന്റിനാണ്. ഓക്കെ, ഇതിനകത്ത് രണ്ടാമത്തെ പോയിന്റ് വരുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. HRMന് ആരുമായിട്ടാണ് കണക്ഷൻ ഉള്ളതെന്ന് നോക്കാം നമുക്ക്. എംപ്ലോയീസ്, തൊഴിലാളികളുമായിട്ടും അതുപോലെ തന്നെ എംപ്ലോയർ എന്ന് പറഞ്ഞാൽ തൊഴിലുടമ, ആരാണ് ജോലി കൊടുക്കുന്നത് അവരെയാണ് എന്ത് പറയാ, എംപ്ലോയർ എന്ന് പറയാ. എംപ്ലോയറും എംപ്ലോയീസുമായുള്ള റിലേഷൻഷിപ്പ് കൈകാര്യം ചെയ്യുന്നത് HRM ആണ്. മൂന്നാമത്തെ പോയിന്റ് PM-ൽ വരുന്നത് മാനേജ്മെന്റ് ഓഫ് ലോവർ ലെവൽ സ്റ്റാഫ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ തീരെ താഴേക്കിടയിലുള്ള സ്റ്റാഫുകളെയാണ് PM കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ HRMലേക്ക് വരുമ്പോൾ മാനേജ്മെന്റ് ഓഫ് ഓൾ ലെവൽസ് ഓഫ് സ്റ്റാഫ്. ഒരു ഹോസ്പിറ്റലിലെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലെ എല്ലാ തരത്തിലുമുള്ള സ്റ്റാഫുകളെ കൈകാര്യം ചെയ്യുന്നത് HRM വിഭാഗമാണ് കേട്ടോ. ലോവർ ലെവലിലുള്ള സ്റ്റാഫുകളെ മാത്രമാണ് PM കൈകാര്യം ചെയ്യുന്നതെങ്കിൽ മാനേജ്മെന്റ് ഓഫ് ഓൾ ലെവൽ ഓഫ് സ്റ്റാഫ് ആണ് HRM വരിക.
ദെൻ PM എന്ന് പറഞ്ഞാൽ ഓൾഡ് കൺസെപ്റ്റ് ആണ്, അതായത് ഇതൊരു ട്രഡീഷണൽ ആണ് കേട്ടോ. ട്രഡീഷണൽ ആയിട്ടുള്ള രീതി പിന്തുടരുന്നവരാണ് ആര്? PM അഥവാ പേഴ്സണൽ മാനേജ്മെന്റ്. എന്നാൽ HRM എന്ന് പറയുമ്പോൾ ലേറ്റസ്റ്റ് കൺസെപ്റ്റ് ആണ്, പുതിയ പുതിയ ആശയങ്ങൾ രൂപീകരിക്കുന്നത്, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതൊക്കെ HRM ആണ്. എനിക്ക് ഒന്നും കൂടി വായിച്ചു തരാം കേട്ടോ. PM എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് ഓഫ് മെഷീൻ ഓപ്പറേറ്റേഴ്സ് ആണ്. HRM കൺസേൺഡ് വിത്ത് ഡിസിഷൻ മേക്കേഴ്സ്. PM relationship between management and the trade unions. HRM relationship between employer and employees. Then PM management of lower level staff. Then HRM management of all levels of staff. Then PM old concept, HRM latest concept. Clear ആണോ? ഇനി നമുക്ക് ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ഡെഫിനിഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് എഴുതിയെടുക്കുക കേട്ടോ മലയാളത്തിൽ. ഞാൻ ആദ്യം ഒന്ന് വായിക്കാം, ദെൻ അതിന്റെ എക്സ്പ്ലനേഷൻ തരാം. Definition 1. Personal management is that the stage of management which carries out the effective control and use of manpower as distinguished from other source of power. എഴുതിയെടുക്കുക കേട്ടോ. മറ്റ് അധികാര സ്രോതസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യശക്തിയുടെ ഫലപ്രദമായ നിയന്ത്രണവും ഉപയോഗവും നടത്തുന്ന ഘട്ടമാണ് പേഴ്സണൽ മാനേജ്മെന്റ്. ഇവിടെ എന്താ പറയുന്നേ? അതായത് മറ്റ് അധികാര സ്രോതസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, HRM-ൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മനുഷ്യശക്തി, അതായത് മനുഷ്യന്റെ വിഭവം, ഹ്യൂമൻ റിസോഴ്സസിന്റെ ഫലപ്രദമായ നിയന്ത്രണവും ഉപയോഗവും നടത്തുന്ന മാനേജ്മെന്റിന്റെ ഘട്ടമാണ് പേഴ്സണൽ മാനേജ്മെന്റ്. ഇതൊരു ഡെഫിനേഷൻ ആണ് കേട്ടോ. ഇത് കറക്റ്റ് ആയിട്ട് ഒരാൾ പറഞ്ഞതാണ്, കറക്റ്റ് ആയിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പൊ ഇവിടെ പറയുന്ന അനുസരിച്ച് എന്താണ്, ഒരു ഹ്യൂമൻ റിസോഴ്സ് ശരിയായി വിനിയോഗിക്കുക, അതിന്റെ ഉപയോഗം നടത്തുക എന്നുള്ളതാണ് എന്ത്, ഒരു പേഴ്സണൽ മാനേജ്മെന്റ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ രണ്ടാമത്തെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എഡ്വാർഡ് ഫ്ലിപ്പ് എന്ന് പറയുന്ന ആള് കൊടുത്തിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്. പേഴ്സണൽ മാനേജ്മെന്റ് ഈസ് ദ പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിങ് ഓഫ് ദ പ്രൊക്യൂർമെന്റ്, ഡെവലപ്മെന്റ്, compensation, integration, maintenance and the separation of human resources to the end that the individual, organization and societal objectives are fulfilled. എന്താണ് നോക്കാം നമുക്ക്, എഴുതിക്കോളൂ കേട്ടോ. സാമൂഹിക ലക്ഷ്യങ്ങൾ, അതായത് വ്യക്തിഗത, സംഘടന, സാമൂഹിക ലക്ഷ്യങ്ങൾ, നിറവേറ്റുന്നതിനായി മനുഷ്യവിഭവശേഷിയുടെ സംഭരണം എന്ന് പറഞ്ഞാലാണ് ഇവിടെ പറയുന്നുണ്ട് അല്ലെ. പ്രൊക്യൂർമെന്റ് കേട്ടോ, സംഭരണം. ഡെവലപ്മെന്റ് അതായത് വികസനം, സംഭരണം, വികസനം. ദെൻ നഷ്ടപരിഹാരം അഥവാ കോമ്പൻസേഷൻ. സംയോജനം അഥവാ ഇന്റഗ്രേഷൻ. സംയോജനം.
മെയിൻ്റനൻസ് പരിപാലനം, പരിപാലനം, സെപ്പറേഷൻ, സെപ്പറേഷൻ വേർതിരിക്കൽ, വേർതിരിക്കൽ എന്നിവയുടെ ആസൂത്രണം, എന്നിവയുടെ ആസൂത്രണം, സംഘടിപ്പിക്കൽ, സംഘടിപ്പിക്കൽ, സംവിധാനം, സംവിധാനം, നിയന്ത്രിക്കൽ എന്നിവയാണ് PM. നിയന്ത്രിക്കൽ എന്നിവയാണ് പേഴ്സണൽ മാനേജ്മെന്റ്. ഒന്നുകൂടി വായിക്കാം. വ്യക്തിഗത, സംഘടനാ, സാമൂഹിക ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനായി മനുഷ്യവിഭവശേഷിയുടെ സംഭരണം, വികസനം, നഷ്ടപരിഹാരം, സംയോജനം, പരിപാലനം, വേർതിരിക്കൽ എന്നിവയുടെ ആസൂത്രണം, സംഘടിപ്പിക്കൽ, സംവിധാനം, നിയന്ത്രിക്കൽ എന്നിവയാണ് PM. അതായത് ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് ഹ്യൂമൻ റിസോഴ്സിനെ ശരിയായിട്ട് കളക്ട് ചെയ്യുക, അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം, വേണമെങ്കിൽ കോമ്പൻസേഷൻ കൊടുക്കാം, അവരുടെ മെയിൻ്റനൻസ്, അതുപോലെ തന്നെ ചില കാര്യങ്ങൾ അവരിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യല് എന്നിവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്ലാനിങ്, അതുപോലെ തന്നെ എന്താ പറയാ ഓർഗനൈസേഷണല് സൊസൈറ്റിക്കൽ ഒബ്ജക്റ്റീവ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയാ ടോട്ടലി ഒന്ന് പ്ലാൻ ചെയ്യുന്നതിനെയാണ് ഈ ഒരു എഡ്വാർഡ് ഫ്ലിപ്പ് ഇവിടെ ഒരു ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു വ്യക്തിഗതമായിട്ടൊരു ഹ്യൂമൻ റിസോഴ്സിനെ എങ്ങനെ ഫലപ്രദമായിട്ട് ഇങ്ങനെയുള്ള പല പ്രോസസ്സുകളിലൂടെ നമുക്ക് മെരുക്കിയെടുക്കാം എന്നുള്ള ഒരു രീതിയാണ് അയാൾ അവിടെ പറയുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മാത്രം മതി. അദ്ദേഹത്തിന്റെ പേര് മാത്രം ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കാം, അല്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കി മാത്രം വെക്കാം. അടുത്തത് തേർഡ് ആണ് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് കേട്ടോ. തേർഡ് നമുക്ക് നോക്കാം എന്താണ് പറയുന്നതെന്ന്. In the opinion of Dunn and Stephens, the personal management is the process of attracting, holding and motivating people that involves all managers, line and staff. ഇവിടെ പറയുന്നത് ഡൺ ആൻഡ് സ്റ്റീഫൻസിന്റെ അഭിപ്രായ പ്രകാരം പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് ആളുകളെ അട്രാക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, ആളുകളെ അട്രാക്ട് ചെയ്യുന്നു, ആളുകളെ ഹോൾഡ് ചെയ്ത് വെക്കുന്നു, ദെൻ ആളുകൾക്ക് മോട്ടിവേഷൻ നൽകുന്ന ഒരു പ്രോസസ്സിനെയാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇതിൽ ഉൾപ്പെടുന്ന സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാല് മാനേജേഴ്സ്, ലൈൻ ആൻഡ് സ്റ്റാഫ്, അതായത് മാനേജർ നിരയിലുള്ള എല്ലാ ആളുകളും ആ ഹോസ്പിറ്റലിനുള്ളിലെ എല്ലാത്തരം സ്റ്റാഫുകളും ഇതിനകത്ത് പെടുന്നതായിരിക്കും. അപ്പോ മാനേജേഴ്സ് ലെവലിലുള്ള ആളുകൾ തുടങ്ങി താഴേക്കിടയിലുള്ള അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ എല്ലാ സ്റ്റാഫുകളെയും അട്രാക്ട് ചെയ്യുന്ന, അവരെ ഹോൾഡ് ചെയ്യുന്ന, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണെന്ത് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അട്രാക്ടിങ് പീപ്പിൾ, എങ്ങനെയാണ് അവിടെ വരുന്ന എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യുന്നത്? ബൈ ഓഫറിംഗ് സ്യൂട്ടബിൾ മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി റിവാർഡ്സ്. മോണിറ്ററി എന്താണ്? മോണിറ്ററി എങ്ങനെയാണ് ആളുകൾ, നിങ്ങളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാൻ പോകുന്നു, നിങ്ങൾ ഒരു 2-3 ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങളെ വിളിച്ചു എന്ന് വിചാരിക്കാം. നിങ്ങൾ ഏതിനായിരിക്കും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക? 2-3 ഹോസ്പിറ്റലിൽ വിളിക്കുകയാണ്, പലതരത്തിലുള്ള സാലറികളാണ് അവർ പറയുന്നത്. നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കുക ഏതിനായിരിക്കും? ഏതിനായിരിക്കും? ഏറ്റവും കൂടുതൽ പണം, സാലറി, ഏത് ജോലിക്കാണോ ഹൈ ആയിട്ടുള്ള സാലറി ഉള്ളത് അവർക്കായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക? പ്രയോറിറ്റി കൊടുക്കുക, അല്ലെ? അപ്പോ ആരാണ്, എങ്ങനെയാണ് പീപ്പിൾസിനെ ഇവർ അട്രാക്ട് ചെയ്യുന്നത്? അതായത് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി, ഒന്നുമില്ലെങ്കിൽ പണമോ അല്ലെങ്കിൽ പണേതരമായിട്ടുള്ള മറ്റു ബെനിഫിറ്റുകളോ നമ്മളോട് പറയുമ്പോൾ, അല്ലെ? പല പല ബെനിഫിറ്റുകൾ ഉണ്ട്, പണം അല്ലാതെ പല പല പാക്കേജുകൾ ഉണ്ട്, പല ബെനിഫിറ്റുകൾ ഉണ്ട്. ഇപ്പോ എന്താ പറയാ, PF, ESC അങ്ങനെയുള്ള പല പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് ഓഫർ ചെയ്യുമ്പോൾ അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? അവര് നമ്മളെ അട്രാക്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ അതാണ് സ്യൂട്ടബിൾ മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി റിവാർഡിലൂടെ ആളുകളെ അട്രാക്ട് ചെയ്യിപ്പിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ് ഹോൾഡിംഗ് ഓൺ റീറ്റെയിനിങ് ആണ്. ബൈ ഇംപ്രൂവിംഗ് ദ വർക്ക് എൻവയൺമെന്റ്. എങ്ങനെയാണ് അവിടെ വരുന്ന എംപ്ലോയീസിനെ അവർ ഹോൾഡ് ചെയ്ത് വെക്കുക, വിടാതെ വെക്കുന്നത് എങ്ങനെയാണ്? അതായത് അവിടെയുള്ള എംപ്ലോയീസിന് നല്ലൊരു വർക്കിംഗ് എൻവയൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ.
അപ്പൊ ആളുകൾ ഹൈ സാലറി കിട്ടിയിട്ടായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ജോലിയിൽ ജോയിൻ ചെയ്യുക. പക്ഷെ അവിടെയുള്ള വർക്കിംഗ് എൻവയോൺമെന്റ് മോശമാണെങ്കിൽ നിങ്ങൾ അവിടെ നിൽക്കുവോ? ഇല്ലല്ലേ, വേറെ ഹോസ്പിറ്റലിലേക്ക് പോകാനല്ലേ നോക്കുള്ളൂ. അപ്പോ ജോലിക്കാരെ പിടിച്ചു നിർത്താനുള്ള ഒരു തന്ത്രമാണെന്ത്, ഈ ഒരു നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് മോട്ടിവേറ്റിംഗ് ആണ്. By following progressive practices and human policies to create personal satisfaction to the employees. അതുപോലെ തന്നെ ജീവനക്കാർക്ക് വ്യക്തിപരമായ സംതൃപ്തി സൃഷ്ടിക്കുന്നതിന് പുരോഗമനപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവര് നടത്തുന്നു. അതായത് അവരെ കൂടുതൽ അവിടെ നിർത്തണം അല്ലെ, കുറെ കാലം അവരെ നിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം, കൂടുതൽ നയങ്ങൾ അല്ലെങ്കിൽ പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടപ്പിലാക്കണം. അതായത് ഇപ്പൊ ഒരു 50,000 രൂപയ്ക്കാണ് നിങ്ങൾ അപ്പോയിന്റ് ചെയ്തതെന്ന് വിചാരിക്കുക. ഒരു 4-5 വർഷമായി നിങ്ങൾ അവിടെ ജോലി ചെയ്യുന്നു. ഇതുവരെ അത് 50,000-ൽ നിന്ന് ഒരു രൂപ കൂട്ടിയിട്ടില്ല. അപ്പൊ അത് നമുക്ക് പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആയിട്ട് കാണാൻ പറ്റില്ല. മറിച്ച് 50,000-ല് 1,000 രൂപ കൂടുതലായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാല് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അത് മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. കാരണം നമ്മൾ അവിടെ തന്നെ നിൽക്കും. വർഷാവർഷം ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കൂട്ടിക്കൊടുക്കുന്ന ധാരാളം ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്, പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ ഇതാണ് ഇവിടെ പറയുന്നത്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഇത്രയും ഞാൻ ഇന്ന് എടുക്കുന്നുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. മൈക്ക് ഓൺ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എങ്ങനെയുണ്ട് ചാപ്റ്റർ? ഏതാണ് മൂന്നാമത്തെ പോയിന്റ് അല്ലേ? മൂന്നാമത്തെ പോയിന്റ് എഴുതിയെടുത്തോളൂ. അസേ റിസൾട്ട് അല്ലേ, അതോടെയാണോ? ഏത് പോയിന്റ് ആണ് പറഞ്ഞേ? മാം ഇപ്പൊ പറഞ്ഞില്ലേ മോട്ടിവേറ്റിംഗോ? In the opinion ഡെഫിനിഷൻസിലെ അതിന്റെ പോയിന്റ് എഴുതിയെടുക്കുന്നുണ്ടോ നിങ്ങള്? ഒപ്പീനിയനോ? അത് മനസ്സിലായില്ലെന്നാണോ പറയണേ? മാം പറഞ്ഞില്ലേ ഇമ്പോർട്ടന്റ് ആണ്, അപ്പൊ അത് ഒന്ന് എഴുതിയെടുക്കാന്ന് വെച്ചു. മൂന്നാമത്തെ പോയിന്റ് ഇല്ലേ മാം, ഇൻ ദ ഒപ്പീനിയൻ ഓഫ് ഡൺ ആൻഡ് സ്റ്റീഫൻസ്, അത് തൊട്ട് എഴുതിയിട്ടില്ല. ബാക്കി 2 പോയിന്റ് നമ്മൾ എഴുതി മലയാളം. മലയാളം എഴുതിയല്ലേ? ഓക്കെ ഓക്കെ. എഴുതിക്കോളൂ കേട്ടോ. ഡൺ സ്റ്റീഫന്റെ അഭിപ്രായത്തിൽ പറയുന്നതാണ്, എല്ലാ മാനേജർമാരും ഉൾപ്പെടെ എല്ലാവിധ സ്റ്റാഫുകളെ ആകർഷിക്കാനും അട്രാക്ട് ചെയ്യാനും എഴുതിയാൽ മതി. അട്രാക്ട് ചെയ്യാനും ഹോൾഡ് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനുമുള്ള പ്രോസസ് ആണ് പേഴ്സണൽ മാനേജ്മെന്റ്. ഓക്കെ. അപ്പോ 3 തരത്തിലാണ്. ഒന്ന്, അട്രാക്ടിങ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ മണി അല്ലെങ്കിൽ മണി അല്ലാത്തതായിട്ടുള്ള റിവാർഡുകൾ കൊടുക്കുന്നു, അങ്ങനെ അട്രാക്ട് ചെയ്യിപ്പിക്കാം. രണ്ടാമത്തേത് ഹോൾഡിംഗ് ഓൺ റീറ്റെയിനിങ് എന്ന് പറഞ്ഞാൽ നല്ലൊരു അന്തരീക്ഷം അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ ആളുകൾ അവിടെ നിന്ന് പോകുന്നതായിരിക്കില്ല, പിടിച്ചു നിൽക്കും സ്ഥാപനത്തിൽ. മൂന്നാമത്തേത് അവരുടെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുന്നത്, അതായത് അവർക്ക് നല്ല നല്ല പാക്കേജുകളും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരവിടെ തന്നെ നിൽക്കുന്നതായിരിക്കും. ഇത്തരത്തിലാണ് എന്ത് ചെയ്യുക, പേഴ്സണൽ മാനേജ്മെന്റ് നടക്കുന്നത് കേട്ടോ ഹോസ്പിറ്റലുകളിൽ. ഓക്കെ, അപ്പൊ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യട്ടെ എന്നാ. ഇനി ഡൗട്ട് ഉണ്ടോ? ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? താങ്ക് യു മാം. താങ്ക് യു. കാണാം.